ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ 2021 ശേഷം തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും സഹോദരിമാരും കൂടുന്നുണ്ട്. ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ലക്ക് കെട്ട് കളിച്ചാൽ ലക്ക് കെട്ടുപോകും. അത് സഹോദരനായാലും കൊള്ളാം, സഹോദരി ആയാലും കൊള്ളാം, അത് പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം. നമ്മളവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതായത് സഹോദരിമാർ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്ക് കുടിക്കാമെന്ന് അതിൻ്റെ അർത്ഥം? ഒരിക്കലുമില്ല. ഞാൻ പറയില്ല. ആർക്കും നല്ലതല്ല ഇതൊന്നും. ആണ് പെണ്ണ് നപുംസകം എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല. മദ്യം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. മദ്യപിച്ചിട്ട് ഇന്ന് വരെ ആരും നേരെയായതായിട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതിമാരകമാണ്. മദ്യത്തേക്കാൾ ശതഗുണം അപകടകാരികളാണ് ഇന്നത്തെ പുതിയ ഈ മയക്കുമരുന്നുകൾ. ഇതൊക്കെ അടിച്ചു മാറിയിട്ട് എന്തൊക്കെയാ കാട്ടി കൂട്ടണമെന്നറിയില്ല. ഭഗവാനെ, ഓരോ ആചരണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ കാട്ടുന്നത്. ക്ഷേത്രോത്സവങ്ങളുടെ പേരിൽ ഇതിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുണ്ട്, ഗണേശ ഉത്സവം എന്നും പറഞ്ഞിട്ട്, ഗണേശ ചതുർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലതാണ്, ഒക്കെ ശ്രേഷ്ഠമായ ആചരണങ്ങളാണ്. പക്ഷെ അതിനൊക്കെ ഇന്ന് അധപ്പതിപ്പിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ, എന്താണ് അതിന് പുതിയൊരു പേരുണ്ട്, പേര് കിട്ടുകയില്ല. ഭയങ്കരമായ ശബ്ദത്തിൽ എന്താ DJ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. എന്താ DJ എന്നോ ഇല്ല, അങ്ങനെയല്ലേ. ഇതൊക്കെ ഇട്ടിട്ട് മനുഷ്യൻ്റെ നെഞ്ചു പൊട്ടിപ്പോവും. എന്നിട്ട് എന്തൊക്കെയാ ചാടി കളിക്കണം. അത് സഹോദരി സഹോദരൻ എന്നുള്ള വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സഹോദരി കുടിക്കരുത്, സഹോദരൻ കുടിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്യപകടമാണ്, അത്യപകടമാണ്. അപ്പം നമ്മുടെയൊക്കെ ദിവ്യതയിലേക്ക് സമാജത്തെ ഉയർത്തേണ്ടുന്ന ചടങ്ങുകൾ പോലും എത്ര അധപ്പതിച്ചു പോകുന്നു എന്നുള്ളത് നിരൂപണം ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും തിരുത്താൻ തയ്യാറായാൽ ധർമ്മരക്ഷയായി. ഇല്ലെങ്കിൽ ലക്ക് കെട്ടുപോകും. ലക്ക് കെട്ട് തുള്ളി എന്താ പറ്റുകയെന്ന് വെച്ചാൽ ലക്ക് കെട്ടുപോകും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ ലക്കും ലഗാനും പോയാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറയേണ്ടതില്ലല്ലോ, എന്തു ആവാന്നാവും, അത്രയേ ഉള്ളൂ. സർവത്ര അവ്യവസ്ഥാദോഷം വരും.